ഹായ്, അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ കേട്ടോ. എന്നോട് ഇൻസ്റ്റാഗ്രാമിലായാലും ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കേട്ടോ, യൂട്യൂബിൽ ആരും അങ്ങനെ മെസ്സേജ് ചോദിച്ചിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേരെങ്കിലും ചേച്ചി കുറെ ആയിട്ട് ചേച്ചിക്ക് ഒരു 2000-4000 ഒക്കെ ഫോളോവേഴ്സ് ആയിരുന്നു ഉണ്ടായത്, പെട്ടെന്ന് എങ്ങനെയാ ഫോളോവേഴ്സ് കൂടിയത്? ഇപ്പൊ എനിക്ക് തോന്നുന്നത് 20 ആയിട്ടുണ്ട്, നോക്കാൻ പോയതാണ് കേട്ടോ. 26.8K ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാ പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം എന്ന് കുറച്ച് പേരെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഒരു മാറ്റം, അതായത് ഞാൻ കുറെ കാലമായിട്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആളാണ്. ടിക്ടോക്കിലാണ് ഫസ്റ്റ് വന്നത്, പിന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ എത്തിയത്, പിന്നെയാണ് യൂട്യൂബിൽ എത്തിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു യൂട്യൂബിനേക്കാൾ കൂടുതൽ ഞാൻ യൂസ് ചെയ്തത് ഇൻസ്റ്റാഗ്രാം ആയിരുന്നു കേട്ടോ. യൂട്യൂബ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് പെട്ടെന്ന് ഈ ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാലോ, നമ്മളൊക്കെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഗ്രോ ചെയ്യണം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഗ്രോ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു ഇൻഫ്ലുവൻസർ ആവണം, അങ്ങനെയൊക്കെ ആഗ്രഹം കൊണ്ടായിരിക്കുമല്ലോ എല്ലാവരും വീഡിയോ ഇടുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. അപ്പൊ നിങ്ങൾ ഞാൻ കുറച്ച് ടിപ്പുകൾ പറയാം. എനിക്ക് സക്സസ് ആയ ടിപ്പുകളാട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. എല്ലാവർക്കും സക്സസ് ആവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്നോട് മാത്രം പ്രത്യേകിച്ച് ഒരു അനുകമ്പ തോന്നാൻ ഇൻസ്റ്റാഗ്രാം മുതലായിട്ട് എനിക്ക് ഒരു ബന്ധമില്ലല്ലോ. അപ്പൊ ഞാൻ ചെയ്ത് എനിക്ക് വർക്കൗട്ടായ കുറച്ച് ടിപ്പാണ് കേട്ടോ. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന് വീഡിയോ മൊത്തം ഞാൻ അഭിനയിച്ചിട്ട് ഒരു പാട്ട് കേൾക്കും. അപ്പൊ നമുക്ക് അതിൽ എഫേർട്ട് ഇല്ല, പാട്ട് വെച്ചിട്ട് അതിന്റെ വീഡിയോ എടുക്കുമ്പോൾ വെറുതെ ഇരുന്ന് അഭിനയിക്കാനും, മേക്കപ്പ് ഇടുന്നില്ല, ഡ്രസ്സ് മാറ്റണില്ല, ഒന്നുമില്ല, വെറുതെ ഇട്ട ഡ്രസ്സിലായി പാട്ട് ഇഷ്ടമായ അപ്പൊ തന്നെ വീഡിയോ എടുക്കും, അപ്ലോഡ് ചെയ്യും. ഫസ്റ്റ് ഞാൻ എഫേർട്ട് ഇല്ലാണ്ട്, എനിക്ക് പ്രത്യേകിച്ച് അഭിനയിക്കാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ. അങ്ങനെ വീഡിയോ ഒക്കെ അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ അഭിനയിക്കാൻ, പക്ഷെ അതിനുള്ള കഴിവൊന്നുമില്ല. അപ്പൊ ഉള്ളതുപോലെ ചെയ്തിരും. അപ്പൊ ഒരു 100 വീഡിയോ അല്ലെങ്കിൽ ഒരു 50 വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ 1-2 റീച്ചാവും, ബാക്കിയുള്ളൊന്നും റീച്ച് ആവില്ല. ഡെയിലി ഒരു വീഡിയോ വെച്ചിട്ട് ഇടുമായിരുന്നു. പണ്ടത്തേതാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ഡെയിലി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് റീച്ച് കയറുന്നില്ല, അഭിനയിച്ചിരുന്നത് സെറ്റ് ആവും തോന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയ കാര്യം, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ട്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ആയവര് വെറുതെ അങ്ങോട്ട് റീച്ച് ആയി പോണവരല്ല. അവർക്ക് എന്തെങ്കിലും, ഏതോ ഒരു ഇൻഫ്ലുവൻസർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഈ ഇൻസ്റ്റാഗ്രാം അല്ലെ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ് വേണം. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, സത്യം എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് ഞാനൊരു എഫേർട്ടും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് വെറുതെ വീഡിയോ അഭിനയിക്കുക, ഇടുക മാത്രം. അതൊരു ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാണ്ടത്. ഇത് മീൻസ് ഞാൻ ഇട്ട ഡ്രസ്സ് ഏതോ വീട്ടിലിടുകയാണെങ്കിൽ വീട്ടിലിടുന്ന, പുറത്ത് കളയാണ് പുറത്തേക്ക്, അങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് എന്തെങ്കിലും മാറ്റം വരും, എനിക്കും എന്തെങ്കിലുമൊക്കെ കഴിവ് വേണം. മീൻസ് അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ആൾക്കാർ ശ്രദ്ധിക്കുന്ന രീതിയിൽ ചെയ്യണം എന്ന് മനസ്സിലായി. ഡെയിലി ഒരു വീഡിയോ ഇടും. അപ്പൊ ഇത് രണ്ടും എന്റെ മിസ്റ്റേക്കുകളാണ്. ഞാൻ എന്തൊക്കെയോ വീഡിയോ ഇടും, ഒന്നാമത്തെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല, വെറുതെ അഭിനയിച്ചിടും, ഡെയിലി ഒരു വീഡിയോ ഇടും. ഇത് രണ്ടും എന്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇതായിട്ട് ചെയ്യണം. അതിന്റെ ഇടയിൽ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചു. ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്ന വീഡിയോ ഇടാൻ തുടങ്ങി. അപ്പൊ അത്യാവശ്യം വ്യൂ കിട്ടാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ എന്നിട്ട് അഭിനയിക്കുന്ന വീഡിയോ അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ട് മേക്കപ്പ് ഇടുന്ന വീഡിയോ ചെയ്യാൻ തുടങ്ങി. മേക്കപ്പ് ഇടുന്ന വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചു നേരം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയെങ്കിലും നോക്കൂല. അങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് നേരം സ്റ്റക്കായിട്ട് ആൾക്കാർ നോക്കാൻ തുടങ്ങി. അപ്പം മറ്റേത് ഇഗ്നോർ ചെയ്ത് ഇത് രണ്ടും കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഈറ്റിംഗ് ചലഞ്ച് പറഞ്ഞിട്ടൊരു ചലഞ്ച് വീഡിയോ കൊണ്ടുവന്നു. ചലഞ്ച് വീഡിയോ ഞാൻ ഇറക്കിയതൊന്നല്ല കേട്ടോ, ആരൊക്കെയോ ചെയ്യുന്ന കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്തതാട്ടോ. ഞാൻ എല്ലാവരും അങ്ങനെ തന്നെ. നമ്മളിപ്പോ ആരും കോപ്പി, ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നീ കോപ്പി അടിക്കല്ലേ, നീ അവരത് കോപ്പി അടിക്കല്ലേ എന്നല്ല. എല്ലാവരും വീഡിയോ ചെയ്യണത് ഒരാളത് കണ്ട് ഇൻസ്പയർ ആയിട്ടല്ല. ആദ്യമായിട്ടൊരു വ്യക്തി കണ്ടന്റ് ഉണ്ടാക്കി വരുന്നവരൊന്നല്ല. എവിടുന്നേലൊക്കെ കണ്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയി നമ്മളതായ രീതിയിൽ മാറ്റം വരുത്തി കൊണ്ടുവരണം. അപ്പൊ ഇത് മൂന്നും ചെയ്ത സമയത്ത് കുറച്ച് ഗ്രോത്ത് വരാൻ തുടങ്ങി. അതായത് വ്യൂവേഴ്സ് കൂടാൻ തുടങ്ങി. നമ്മൾ ലൈക്ക് കൗണ്ടിനേക്കാൾ കൂടുതൽ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ കൂടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാനിങ്ങനെ ഇരുന്നപ്പോ യൂട്യൂബിൽ പെട്ടെന്ന് ഞാൻ കയറി അങ്ങ് പോയി. ഇപ്പൊ തന്നെ എനിക്കൊന്ന് 1,60,000 എത്രയോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത്, യൂട്യൂബിൽ ഞാൻ ഡെയിലി 3 വീഡിയോ ഇടും, ഇൻസ്റ്റാഗ്രാമിൽ 1 വീഡിയോ. അതെന്റെ ഒരു മിസ്റ്റേക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഡെയിലി 3 വീഡിയോ 4 വീഡിയോ ഇട്ടുകൂടാന്ന് ഞാൻ ചിന്തിച്ചു. ഇപ്പൊ സാധാരണ ആൾക്കാർ, അതായത് അത്യാവശ്യം ഇൻഫ്ലുവൻസർ ആയ സെലിബ്രിറ്റീസ് ആയ ആൾക്കാരൊക്കെ ചിലപ്പോൾ ആഴ്ചയിൽ 1 വീഡിയോ ആയിരിക്കും ഇടുന്നത്. അവർക്കത് മതി, അവർക്ക് അതിൽ റീച്ച് കിട്ടും. അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ആയിരിക്കും ഇടുന്നത്, അവർക്ക് അതിൽ റീച്ച് കിട്ടും. പക്ഷെ നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർ റീച്ചിലേക്ക് വരണേ ഉള്ളൂ. അതായത് നമുക്ക് അധികം വ്യൂ ഒന്നും ആയി തുടങ്ങിയിട്ടില്ല, ആവാൻ തുടങ്ങണേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുറച്ച് നല്ലോണം എഫേർട്ട് എടുക്കണം. അവര് ചിലപ്പോൾ പണ്ട് ആ എഫേർട്ട് എടുത്തതിന്റെ ആയിരിക്കും ഇപ്പത്തെ അവരുടെ റിസൾട്ട്. അപ്പൊ ഞാൻ 3 വീഡിയോ 4 വീഡിയോ വെച്ചിടാൻ തുടങ്ങിയപ്പോ പതിയെ കയറാൻ തുടങ്ങി. അപ്പൊ തന്നെ എന്ത് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഹാക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി, ഓൺ വോയിസ് ഇടാൻ തുടങ്ങി. അതെനിക്ക് ഇഷ്ടമേ അല്ല.
പറയുന്നതാ, ഞാൻ എടുത്തു വെച്ച വീഡിയോ ഞാൻ പിന്നെ എടുത്ത് കേൾക്കുകയല്ല. കാരണം എനിക്ക് ഇഷ്ടമല്ല. എന്റെ അടുത്ത് നിന്നിട്ട് ഏട്ടനോ എന്റെ അനിയത്തിയോ അനിയൻ ആരെങ്കിലും കേൾക്കാമെങ്കിൽ ഞാനത് മ്യൂട്ടാക്കും. എനിക്ക് ഇഷ്ടമല്ല, അത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓൺ വോയിസ് ഇടാൻ തുടങ്ങി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേഞ്ച് വരുത്തി. അതായത് ഡെയിലി ഒരു 3 വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി. കണ്ടന്റ് പ്രധാനമായ വീഡിയോസ്, അതായത് ആൾക്കാർ കാണും തോന്നുന്ന രീതിയിലുള്ള, കമന്റ് ഇടാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഇടാൻ തുടങ്ങി. പിന്നെന്താ ചെയ്തത്, ടൈം, എല്ലാരും പറയുന്നുണ്ട് ടൈം എന്ന്. എനിക്ക് അതിന് പ്രത്യേകിച്ച് ഇന്ന ടൈമൊന്നുമില്ല കേട്ടോ. ഞാൻ രാവിലെയും വൈകുന്നേരമായിട്ട് വീഡിയോ ഇടും. എല്ലാവർക്കും ടൈം ഉണ്ടായേക്കാം. എനിക്കിപ്പോ കൊളാബ് വരുമ്പോഴൊക്കെ നിങ്ങളുടെ ടൈം ഏതാണ്, വ്യൂ കിട്ടുന്ന ടൈം ഏതാ, അതിനിടുന്ന് പറയും. എന്റെ വീഡിയോ നല്ല വീഡിയോ ആണെങ്കിൽ ഏത് ടൈമിനിട്ടാലും എനിക്ക് വ്യൂ കയറും കേട്ടോ. അങ്ങനെ ഇന്ന ടൈമിനിട്ടാലേ വ്യൂ കയറും അങ്ങനെ ഒന്നും എന്റെ ഇല്ല. എന്റേതിൽ വീഡിയോ നല്ലതാണോ എനിക്ക് വ്യൂ കിട്ടും. വീഡിയോക്ക് വ്യൂ കുറവാകുമ്പോൾ മോശം എന്തോ ഒന്ന് ആ വീഡിയോയിൽ ഉണ്ട് എന്നാണ് ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കിയത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വീഡിയോ ഇടുമ്പോൾ എന്തെങ്കിലും കണ്ടന്റ് പ്രധാനമുള്ളത്, ആൾക്കാർ കമന്റ് ഇടാൻ പ്രധാനമുള്ള ഒരു വീഡിയോ ചെയ്യാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ദിവസം ഒരു വീഡിയോയിൽ മാത്രം ഒതുക്കാണ്ട് 2 or 3 വീഡിയോ വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇത് രണ്ടുമാണ് എന്നിൽ മാറ്റം ഉണ്ടാക്കിയത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്ത് 3-4 വീഡിയോ ഒരു വീഡിയോ പെട്ടെന്ന് മില്യൺ അല്ലെങ്കിൽ 30 മില്യൺ ആയിട്ട് പെട്ടെന്ന് കയറി. എന്റെ ദൈവമേ, അപ്പൊ എനിക്കുണ്ടായ സന്തോഷം ഉണ്ടല്ലോ. നമ്മുടെ വീഡിയോക്ക് മില്യൺ വ്യൂ കയറുമ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ മുഖേന ബാക്കിയുള്ള വീഡിയോക്ക് റീച്ച് കിട്ടും. നമ്മളത് മനസ്സിലാക്കണം. കാരണം ഇപ്പൊ ഒരു 10 ലക്ഷം ആൾക്കാർ നമ്മുടേത് കാണുമ്പോൾ 10 ലക്ഷം ആൾക്കാർ നമ്മുടെ പ്രൊഫൈൽ തുറന്ന് നോക്കണമെന്നില്ല. പക്ഷെ ഈ 10 ലക്ഷത്തിൽ നിന്നും ചിലപ്പോൾ ഒരു 50,000 പേരെങ്കിലും നമ്മുടെ പ്രൊഫൈൽ തുറന്ന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ വീഡിയോ നമ്മുടെ പ്രൊഫൈലും എൻഗേജ്ഡ് ആവും. അപ്പൊ നമുക്ക് വ്യൂ കൂടാൻ തുടങ്ങും. ഓക്കെ, മനസ്സിലായില്ല അല്ലെ? എല്ലാവർക്കും മനസ്സിലായല്ലേ? അത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടാണ് എനിക്ക് വ്യൂ കൂടിയെന്നല്ല, എനിക്ക് ഫോളോവേഴ്സ് കൂടിയതും. അതായത് 4,000 നിന്ന് ഇപ്പൊ 26.8ലേക്കൊക്കെ എത്തിയത്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഇൻഫ്ലുവൻസർ ആവണം, ഞാൻ വലിയ ആളായി എന്നുള്ള രീതിയിൽ ഒരിക്കലും പറഞ്ഞു തരികയല്ല കേട്ടോ. ഞാൻ ചെയ്ത കുറച്ച് പൊടിക്കൈകൾ എനിക്ക് ഫലിച്ചു, അത് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരിക, നിങ്ങൾക്കും കൂടി സക്സസ് ആയി. എനിക്കറിയണം, എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലവരോടൊക്കെ സത്യം പറയാലും എനിക്ക് വിഷമം. ഞാൻ പല ഇൻഫ്ലുവൻസേഴ്സിനോടും എന്തെങ്കിലും ഡൗട്ട് ഒന്നും വന്നാൽ ഞാൻ ചോദിക്കില്ല. കാരണം എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായപ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടായപ്പോൾ ഒരാൾ എന്നെ സഹായിച്ചിട്ടില്ല. എന്റെ മെസ്സേജ് റീഡ് ചെയ്താൽ കൂടി എന്താ പറയാ, അതിന് എനിക്ക് റിപ്ലൈ തരില്ല. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളെ എനിക്ക് പിന്നെ റിപ്ലൈ തരും. ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ അവൾക്ക് അറിയുന്ന കാര്യങ്ങൾ അവള് പറഞ്ഞുതരും. അല്ലാണ്ട് കുറെ ഡൗട്ടും കാര്യങ്ങളുണ്ട്, ആരും സഹായിച്ചില്ല. അപ്പൊ നിങ്ങളും ചിലപ്പോൾ ആർക്കെങ്കിലൊക്കെ മെസ്സേജ് അയച്ചാൽ അവര് സഹായിക്കും ഇവര് സഹായിക്കും പറഞ്ഞ് നിൽക്കരുത്. ആരും സഹായിക്കില്ല. കാരണം എന്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്തുകൊണ്ടോ നമ്മൾ അവരെയൊക്കെ മുകളിൽ കയറി പോകുന്നു തോന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ആരും ഇന്നത് ചെയ്യുക എന്നെ ചെയ്തൊന്നും പറയില്ല. എനിക്കറിയണം എല്ലാവരോടും ഞാൻ ഇന്ന രീതിയിൽ ചെയ്യുക. ഇപ്പൊ കൊളാബ് വരെ ആരെങ്കിലും തരികയാണെങ്കിൽ വരെ ആദ്യമായിട്ടൊക്കെ കൊളാബ് ചെയ്യുന്ന ഒരു പേയ്മെന്റ് ഇല്ലാണ്ട് പ്രൊഡക്റ്റ് തന്നിട്ടല്ലേ നമുക്ക് കൂടുതൽ കൊളാബൊക്കെ കിട്ടുക. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ആക്കുക, എങ്ങനെയാ ചേച്ചി റീച്ച് ആവുക, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഒരാൾക്ക് പോലും ഞാൻ ഇതേവരെ റിപ്ലൈ പറഞ്ഞു കൊടുക്കാത്ത ഒരു വ്യക്തി പോലും ഇല്ല. അതിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം നമ്മൾ കയറിപ്പോകുന്നതിലൂടെ അവരും കയറിപ്പോട്ടെ. നമ്മളുടെ ആ ഒരു ഇതോ നമ്മൾക്ക് കിട്ടാൻ പോണ ഒരു ചാൻസ് ഒന്നും അവര് തട്ടിയെടുക്കൂല. ഇതൊരു സോഷ്യൽ മീഡിയ ആണ്, അത്രയേറെ അവസരങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ എന്റെ എക്സ്പീരിയൻസ് ആട്ടാ. അപ്പൊ നിങ്ങൾ ഇതുപോലെയൊക്കെ വീഡിയോ ചെയ്ത് കയറി ഫേക്ക് കളിയിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാസമൊക്കെ കണ്ടിന്യൂ ചെയ്യണം, എന്നാലേ ഉണ്ടാവും. ഞാൻ 3-4 വീഡിയോ ഒക്കെ ഫസ്റ്റ് ഇട്ട സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഉണ്ടായില്ല. ഒരു മാസം കഴിഞ്ഞപ്പോഴേ എനിക്ക് റിസൾട്ട് ഉണ്ടായത്. അപ്പൊ നിങ്ങൾ ഒരു 1-2 മാസം കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുണ്ടോ ഇല്ലേ എന്നുള്ളതും കൂടി എനിക്ക് കമന്റ് ആയിട്ട് വന്ന് പറയണേ. അപ്പൊ വേറെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം. ടാറ്റാ.